ആദ്യം പ്രധാന വാർത്തകൾ കാണാം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം. ആന്ധ്രാപ്രദേശിലെ കർണൂരിൽ ബസിന് തീപിടിച്ച് വൻ ദുരന്തം. 20 പേർ വെന്തു മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ ബസ്. ബസ്സിലുണ്ടായിരുന്നത് 40 പേർ. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം അപേക്ഷ നൽകും. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം. ചോദ്യം ചെയ്യലിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും. ബിജെപിയുടെ 24 മണിക്കൂർ രാപ്പകൽ സമരം ഇന്ന്. ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഹിജാബ് ധരിച്ച കുട്ടിയെ വിലക്കരുതെന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. CBSE സ്കൂളുകളുടെ അധികാരത്തിൽ സർക്കാർ വിശദീകരണം നൽകും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ. സമസ്തിപൂർ ജില്ലയിലെ കർപ്പൂരിൽ ആദ്യ റാലി. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ എന്ന് ആകാംക്ഷ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ. കുമരകത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം നഗരത്തിലേക്ക്. സെന്റ് തെരേസസ് കോളേജ് ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഇന്ന് മടങ്ങും. സംസ്ഥാന സ്കൂൾ കായിക